ഹായ് ആൾ +1 ഫിസിക്സിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. +1ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് വിജയിച്ചു വന്ന കുട്ടികൾക്ക്, മലയാളം മീഡിയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതുവരെ പഠിച്ച ടേംസുകൾ മലയാളത്തിലാണ്, എന്നാൽ ഇനി അങ്ങോട്ട് പഠിക്കുന്നതെല്ലാം നമ്മൾ ഇംഗ്ലീഷിലാണ്. എന്നിരുന്നാലും നമുക്ക് ആ ടേംസുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ടേംസുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാം. വരും ദിവസങ്ങളിൽ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഫിസിക്സ് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടുകാരെ, +1 ഫിസിക്സ് ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ് എന്നതാണ്. ഭൗതിക ലോകം, നമുക്ക് ചുറ്റുപാടും കാണുന്ന ലോകം, അതാണല്ലോ ഫിസിക്കൽ വേൾഡ്, ഭൗതിക ലോകം. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്ന ആശയങ്ങൾ, ആദ്യമായി എന്താണ് സയൻസ്, സയൻസിന്റെ രീതിശാസ്ത്രം, സയൻസിൽ അറിവ് നേടിയെടുക്കുന്നതിന് ഉള്ള രീതിശാസ്ത്രം എന്തൊക്കെയാണ്, സയന്റിഫിക് മെത്തേഡ്സ് എന്നാണ് വിളിക്കുക, അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഫിസിക്സ് എന്താണ്, ഫിസിക്സിന്റെ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്തൊക്കെയാണ്, ഫിസിക്സിന്റെ വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, അതിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ നാച്ചുറൽ കാണുന്ന വ്യത്യസ്തമായ പ്രതിഭാസങ്ങൾ, ഫിനോമിന, അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഫോഴ്സുകൾ, ഫണ്ടമെന്റൽ ഫോഴ്സ്. അങ്ങനെ നമ്മൾ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ച് പഠിക്കുന്നു ഈ ചാപ്റ്ററിൽ. അതുപോലെ ഫിസിക്സിലെ പ്രധാനപ്പെട്ട കൺസർവേഷൻ ലോസുകൾ ഉണ്ട്, കൺസർവേഷൻ നിയമങ്ങൾ, സംരക്ഷണ നിയമങ്ങൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആക്ക സംരക്ഷണ നിയമമൊക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒക്കെ. അപ്പൊ അത്തരം കൺസർവേഷൻ ലോസുകൾ നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ കുറഞ്ഞ മാർക്കിന്, 2 അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡ്, ഭൗതിക ലോകം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. Human always be curious about the natural phenomena that seen around him. അവന് ചുറ്റും കാണുന്ന നാച്ചുറൽ ഫിനോമിനകളെ കുറിച്ച് അവൻ കൂടുതൽ ക്യൂരിയസ് ആണ്, അല്ലെ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അതിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇവിടെ ചില ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. The regular repetition of day and night. ഓരോ ദിവസവും റെഗുലർ ആയിക്കൊണ്ട് നമ്മുടെ രാവും പകലും മാറി മാറി വരുന്നു. അത് ആദ്യകാലം മുതലേ മനുഷ്യൻ ചിന്തിച്ചിരുന്നു, എന്താണ് അതിന് കാരണം. ആനുവൽ റിപ്പീറ്റേഷൻ ഓഫ് ദി സീസൺസ്, അല്ലെ? കാലാവസ്ഥാ മാറ്റങ്ങൾ, വ്യത്യസ്ത കാലാവസ്ഥകൾ. അതുപോലെ തന്നെ ദ എക്ലിപ്സ്, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, അല്ലെ? ദ എക്ലിപ്സസ്. അതുപോലെ തന്നെ ടൈഡ്സ്, വേലിയേറ്റം, വേലിയിറക്കം, ദ വോൾക്കനോസ്, ദ റെയിൻബോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ ആദ്യകാലം മുതൽ തന്നെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ്, ഡിഫറെന്റ് നാച്ചുറൽ ഫിനോമിനയാണ്. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യന് കൂടുതൽ ജിജ്ഞാസയാണ്, എന്താണ് അതിനെക്കുറിച്ച് ക്യൂരിയസ് ആണ്, അവൻ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ അവൻ കൂടുതൽ പഠിച്ചു, നാച്ചുറിനെ കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ശാസ്ത്രം നമുക്ക് ഉയർന്നു വന്നത്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന നാച്ചുറൽ ഫിനോമിനയുടെ കാരണസഹിതം പഠിക്കുന്നതാണ് സയൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുക. ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന, നാച്ചുറൽ നടക്കുന്ന ഡിഫറെന്റ് ഫിനോമിനകളുണ്ട്. ആ ഫിനോമിനകളെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിക്സ്.
നമ്മൾ ചെറിയ ക്ലാസ് മുതൽ സയൻസ് പഠിക്കുന്നു, ബേസിക് സയൻസ് അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് സയൻസ്. സയൻസിന്റെ രീതിശാസ്ത്രം, അറിവുകൾ ആർജിക്കാൻ, അറിവുകൾ നേടിയെടുക്കാൻ സയൻസിന്റെ രീതിശാസ്ത്രം എന്താണ്, സയന്റിഫിക് മെത്തേഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതെന്താണ്? ആദ്യം സയൻസ് എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് സയൻസ്. ദ വേർഡ് സയൻസ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ലാറ്റിൻ വേർഡ് സയൻഷ്യ മീനിങ് ടു നോ. സംസ്കൃതത്തിൽ വിജ്ഞാനെന്നും അറബിയിൽ എൽമെന്നും ഒക്കെ പറയുന്ന അതേ അർത്ഥമുള്ള മീനിങ് എന്താണ്? നോളേജ്, അറിവ്. അറിവ് എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിലെ സയൻഷ്യ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന പദം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറിവാണ് ഇവിടെ പ്രധാനം. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊരു അറിവിന്റെ കലവറയാണ്. ഏതിനെ കുറിച്ചുള്ള അറിവ്? നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മുടെ നേച്ചറിൽ നടക്കുന്ന വ്യത്യസ്തമായ ഡിഫറെന്റ് ഫിനോമിനകളെ കുറിച്ചുള്ള അറിവാണ് സയൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സയൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന. സയൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്, അറ്റംപ്റ്റ് ആണ്, ഒരു സമീപനമാണ് എന്തിന്? ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിന, നമുക്ക് ചുറ്റുപാട് നടക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ, അവയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ, വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഡെപ്ത് ആസ് പോസിബിൾ, വളരെ ആഴത്തിൽ നമ്മൾ അതിന്റെ കാരണ സഹിതം മനസ്സിലാക്കുന്നു. അതാണ് സയൻസ്. അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആൻഡ് യൂസ് ദ നോളേജ്. അപ്പൊ നമുക്ക് അറിവ് ലഭിക്കും. അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിവ് ലഭിക്കും അല്ലേ? സോ ഗെയിൻഡ്, നമ്മൾ അത് നേടിയെടുക്കുന്ന അറിവ്. ടു പ്രെഡിക്റ്റ്, അപ്പോൾ ആ പ്രതിഭാസത്തെ കുറിച്ച് ഭാവിയിൽ എന്ത് നടക്കുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് മോഡിഫൈ, അതിനെ മോഡിഫൈ ചെയ്യാം, നമുക്ക് കഴിയുന്ന രൂപത്തിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ കൺട്രോൾ ഫിനോമിന, ആ ഫിനോമിനയെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ. അതിനൊക്കെയാണ് നമ്മൾ സയൻസ് എന്ന രീതിശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചുറൽ ഫിനോമിന in as much detail and depth as possible and use the knowledge so gain to predict, modify and control phenomena. അപ്പോ ഈ രീതിയിലാണ് സയൻസിന്റെ അപ്രോച്ച്, അറ്റംപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ. അതിനാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. അപ്പോ സയൻസിന്റെ രീതിശാസ്ത്രം, ഏത് രൂപത്തിലാണ് സയൻസ് അറിവുകൾ ആർജിക്കുന്നത് സംശയം ഉണ്ടായിരിക്കും അല്ലെ? സയൻസ് എങ്ങനെയാണ് അറിവുകൾ നേടിയെടുക്കുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് സയൻസ് അറിവുകൾ, അഥവാ സയൻസിൽ ശാസ്ത്രജ്ഞന്മാർ, സയന്റിസ്റ്റ് ആണല്ലോ പ്രധാനം. അപ്പൊ സയന്റിസ്റ്റുമാര് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് അവരെങ്ങനെയാണ് സയൻസിൽ അറിവുകൾ നേടിയെടുക്കുന്നത്? ആ മെത്തേഡ് നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്നാണ് വിളിക്കുക. സയന്റിഫിക് മെത്തേഡിലൂടെയാണ് ശാസ്ത്രജ്ഞന്മാർ അറിവുകൾ നേടിയെടുക്കുന്നത്. അതിന് ഡിഫറെന്റ് സ്റ്റെപ്സുകളുണ്ട്, വ്യത്യസ്തമായ രീതികളുണ്ട് സയന്റിഫിക് മെത്തേഡിനാണ്. അപ്പോൾ അതിലൊരു രീതിയാണ് നമ്മൾ പറയുന്നത്, സയന്റിഫിക് മെത്തേഡിന്റെ സ്റ്റെപ്സുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, രണ്ട് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, മൂന്ന് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, നാല് മാത്തമാറ്റിക്കൽ മോഡലിംഗ്, അഞ്ച് പ്രഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഇതാണ് എന്ത് സയന്റിഫിക് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ കൂട്ടുകാരെ. അപ്പൊ എന്താണ് ഇത് എന്ന് നമുക്കൊന്ന് ചുരുക്കി വിശദീകരിക്കാം. സയന്റിഫിക് മെത്തേഡ് മനസ്സിലാക്കാൻ, ഈ സ്റ്റെപ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അറിയാവുന്ന ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ലോ ഉണ്ട്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടന്റെ ഏതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ നിയമം നമുക്ക് അതിന്റെ ആ നിയമം വെച്ചുകൊണ്ട്, നമുക്ക് അറിയുന്ന നിയമമാണല്ലോ, അത് വെച്ചുകൊണ്ട് നമുക്ക് സയന്റിഫിക് മെത്തേഡ്, അതിന്റെ സ്റ്റെപ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചുകൊണ്ടാണ്, ഗുരുത്വാകർഷണ നിയമം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഏതാണ് സയന്റിഫിക് മെത്തേഡിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആണ്. ഇവിടെ ആദ്യം എന്താണ് നിങ്ങൾക്കറിയാം, ന്യൂട്ടന്റെ കഥ അല്ലേ? ന്യൂട്ടന്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണു. ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ ചിന്തിച്ചു അല്ലെ? അതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അതിനെ നന്നായി ഒബ്സർവ് ചെയ്തു. അവിടെ ആ പ്രതിഭാസം, താഴോട്ട് വീഴുക എന്ന് പറയുന്ന പ്രതിഭാസത്തെ
അല്ലെ, ഫ്രീ ഫാളിംഗ് ബോഡിയാണ്. അത് താഴോട്ട് വീഴുക എന്ന പ്രതിഭാസത്തെ ന്യൂട്ടൺ ഒബ്സർവ് ചെയ്യുകയാണ്, നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് പല ചോദ്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. വൈ ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല, അതിന്റെ കാരണം എന്താണ്, ഇങ്ങനെ ആവാൻ അതിന് കാരണം എന്ത്, എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല, ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങളുടെ നമ്മൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നു. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ഓക്കെ, ഇനിയോ രണ്ടാമത്തെ സ്റ്റെപ്പ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തെടുത്ത കാര്യങ്ങൾ നമ്മൾ ലബോറട്ടറിയിൽ വെച്ചുകൊണ്ട് അതിനെ നമ്മൾ വീണ്ടും എക്സ്പെരിമെന്റുകൾ ചെയ്യുകയാണ്. അതാണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ നിരീക്ഷിച്ച കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ എക്സ്പെരിമെന്റുകൾ ലബോറട്ടറിയിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തമായ ഫാക്ടറികളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആ പരീക്ഷണം ആവർത്തിച്ചു, വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആവർത്തിക്കുന്നു. അതാണ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? മൂന്നാം സ്റ്റെപ്പ് അതാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. നമ്മൾ ചെയ്ത പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ മനസ്സിലാക്കലിൽ നിന്ന് നമ്മളൊരു ലോ അല്ലെങ്കിൽ ഒരു തിയറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലോ അല്ലെങ്കിൽ തിയറി അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കുന്നു. അത് നമ്മൾ വിളിക്കും ക്വാളിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. അതാണ് ക്വാളിറ്റേറ്റീവ് റീസണിങ് എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കിയ എക്സ്പെരിമെന്റിൽ നമുക്ക് ലഭിച്ച റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ, വ്യത്യസ്തമായ എക്സ്പെരിമെന്റുകളിലൂടെ നമുക്ക് ലഭിച്ച റിസൾട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിൽ തിയറി അല്ലെങ്കിൽ ഒരു ലോ ഉണ്ടാക്കുന്നു. അതാണ് ക്വാളിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റീസണിങ് നമുക്ക് ലഭിച്ചു. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ഇത് എത്രത്തോളം നമ്മൾ കണ്ട ആ റിസൾട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, അഥവാ ഇവിടെ നമ്മൾ കണ്ടത് ഫോഴ്സ് ആണ്, അല്ലെ, ഫോഴ്സ് ബലമാണ്. അപ്പൊ ആ ഫോഴ്സ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്താൻ ഒരു ഇക്വേഷൻ നമുക്കറിയാം. F=G m1m2/r². അപ്പൊ ആ നിയമത്തിന്റെ ഒരു സമവാക്യം, ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് നടത്തി അതിന്റെ ഒരു എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഫോഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ രൂപകൽപ്പന ചെയ്തു ന്യൂട്ടൻ, അല്ലേ? അതാണ് F=Gm1m2/r². അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. അടുത്ത സ്റ്റെപ്പ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. ഓക്കെ, ഇനിയോ അപ്പൊ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ലഭിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ലഭിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലഭിച്ചിരിക്കുന്ന ഇക്വേഷൻ, ആ ഇക്വേഷൻ വ്യത്യസ്തമായ സിറ്റുവേഷനുകളിലുള്ള പ്രോബ്ലമായി കണ്ടുകൊണ്ട് അതിലൊക്കെ ഇക്വേഷൻ എന്ത് ചെയ്യുക, കൊടുത്തുകൊണ്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. വ്യത്യസ്തമായ സിറ്റുവേഷനുകൾ, വ്യത്യസ്ത മാസുള്ള ഒബ്ജക്റ്റുകൾ എടുക്കുന്നു, അവർ തമ്മിലുള്ള അകലമുള്ളത് എടുക്കുന്നു, വ്യത്യസ്തമായ ഇന്റർവീനിയം മീഡിയത്തിൽ എടുക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ അത് ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിലൂടെ ഈ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നു. അതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യുന്നു. വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറി. ഒന്നെങ്കിൽ വെരിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറി, തിയറിയെ ഫാൾസിഫിക്കേഷൻ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തിയറി ലഭിച്ചല്ലോ, അപ്പൊ ആ തിയറി ശരിയാണ്, അതാണ് വെരിഫിക്കേഷൻ. അത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്താൽ അത് എന്ത് ചെയ്യുന്ന ഒരു തിയറിയായി മാറും. ശരിയാണെങ്കിൽ തിയറിയായി മാറും. ഇനി അതല്ല, ചില ഫാക്ട്സുകളിൽ അത് അപ്ലിക്കബിൾ അല്ല, തെറ്റാണ് എങ്കിൽ അവിടെ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറി, അതായത് തെറ്റുണ്ടെങ്കിൽ ചില സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഈ തിയറി, ഈ നിയമം, ഈ ലോ തെറ്റാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ വീണ്ടും ക്യൂരിയസ് ആയി മനുഷ്യൻ എന്തുകൊണ്ട് തെറ്റി, എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്, അതിനെ പരിഹരിക്കാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും തിയറികളും മുന്നോട്ട് വരുന്നു. അതാണ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഇങ്ങനെ ആണ് സയൻസിന്റെ പുരോഗമനം. സയൻസ് മുന്നോട്ട് പോകുന്നത് ഈ രീതിയിലാണ് കൂട്ടുകാരെ. ഇതാണ് സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, സയന്റിഫിക് മെത്തേഡിന്റെ വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ ഇതാണ്. അപ്പോൾ സയന്റിഫിക് മെത്തേഡ്സിന്റെ സ്റ്റെപ്സുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 1 സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, 2 കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, 3 ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, 4 മാത്തമാറ്റിക്കൽ മോഡലിംഗ്, 5 പ്രഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഇങ്ങനെ സയൻസ് അതിൽ ആ തിയറീസിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു?
ഈ മെത്തേഡ്സുകളിലൂടെ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സയൻസ് ഈസ് എക്സ്പ്ലോറിംഗ്. സയൻസ് എന്താണ്? എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു, തേടിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കുന്ന സയൻസ് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് സയൻസ് ഈസ് എക്സ്പ്ലോറിംഗ്. there is no final theory in science. സയൻസിൽ ഒരു ഫൈനൽ തിയറി, ഇതാണ് അവസാനത്തെ തിയറി എന്ന് പറയാവുന്ന ഒരു തിയറി സയൻസിലില്ല. ആൻഡ് നോ അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റി അമംഗ് സയന്റിസ്റ്റ്. സയന്റിസ്റ്റുകളിൽ, ശാസ്ത്രജ്ഞന്മാരിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ആരും തന്നെയില്ല. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടാൻ അർഹരാണ്. അതുപോലെ തന്നെ ഒരു ഫൈനൽ തിയറിയുമില്ല. സയൻസ് ഈസ് ആൾവേസ് ബി ഡൈനാമിക്. സയൻസ് എല്ലായ്പ്പോഴും ചലനാത്മകമാണ്, ഡൈനാമിക് ആണ്. അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് സയൻസ് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്, സയന്റിഫിക് മെത്തേഡിലൂടെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൂട്ടുകാരെ. അതാണ് സയൻസിന്റെ രീതിശാസ്ത്രം എന്ന് ഞാൻ മനസ്സിലാക്കുക. അടുത്ത നമ്മൾ ഫിസിക്സിലേക്ക് വരികയാണ്. ഫിസിക്സ് എന്താണ്? ഫിസിക്സ്, the word physics comes from a Greek word meaning nature. nature, പ്രകൃതി എന്ന് പറയുന്ന ആ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് എന്ന് പറയുന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഫിസിക്സ് ആസ് എ സ്റ്റഡി ഓഫ് ബേസിക്സ് ലോസ് ഓഫ് നാച്ചർ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലെ ബേസിക് ലോസ്, അടിസ്ഥാനമായ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഫിസിക്സ് എന്ന് പറയുക. ആൻഡ് their manifestation in different natural phenomena. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വ്യത്യസ്തമായ നാച്ചുറൽ ഫിനോമിനയുടെ പ്രകടനമുണ്ട്, അതിനെക്കുറിച്ചും അതുപോലെ നാച്ചുറലുള്ള ബേസിക് ലോസിനെ കുറിച്ചുമൊക്കെ വ്യത്യസ്തമായി പഠിക്കുന്നതിനെയാണ് ഫിസിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻ ഫിസിക്സ് വി അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ. ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിന, വ്യത്യസ്തമായ ചുറ്റുപാടും കാണുന്ന വ്യത്യസ്തപരമായ പ്രതിഭാസങ്ങളിലെ ഡിഫറെന്റ് ഫിനോമിനാസുകളിലെ ആ ഫിനോമിനകളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഫ്യൂ കൺസെപ്റ്റ്സ് ആൻഡ് ലോ. ഫിസിക്സിൽ അറിയപ്പെടുന്ന കുറഞ്ഞ കൺസെപ്റ്റുകൾ കൊണ്ടും കുറഞ്ഞ നിയമങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഫിസിക്സിന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കുക. അവിടെയാണ് ഫിസിക്സിന്റെ ടു പ്രിൻസിപ്പൽ ട്രസ്റ്റ് ഇൻ ഫിസിക്സ് ഉയർന്നു വരുന്നത്. ടു പ്രിൻസിപ്പൽ ട്രസ്റ്റ് ഇൻ ഫിസിക്സ്, രണ്ട് പ്രിൻസിപ്പൽസ്, തത്വങ്ങളുണ്ട് ഫിസിക്സിൽ. അതിലൊന്നാണ് യൂണിഫിക്കേഷൻ. ഒന്ന് യൂണിഫിക്കേഷൻ, രണ്ട് റിഡക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷനിസം എന്ന് പറയുന്നു. യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത് ടു പ്രിൻസിപ്പൽ ട്രസ്റ്റ് ഇൻ ഫിസിക്സ് ആണ്. ഒന്നാമത്തത് യൂണിഫിക്കേഷൻ ആണ്. എന്താണ് യൂണിഫിക്കേഷൻ? ആ വേർഡിൽ തന്നെയുണ്ട്, ഒരുമിപ്പിക്കുക എന്നർത്ഥം അല്ലേ? ഒരുമിപ്പിക്കുക, ഒരുമ. നമ്മൾ യൂണിഫോം ഒക്കെ ഇടുന്ന പോലെ ഒരുമയാണ്. അപ്പോ attempt to explain diverse physical phenomena with a few concepts and laws in unification. അതായത് attempting to explain, വിശദീകരിക്കാൻ വേണ്ടി അതിനെ അപ്രോച്ച് ചെയ്യുക. എന്തിനെ? ഡൈവേഴ്സ് ഫിസിക്കൽ, നമ്മൾ ചുറ്റുപാടും നടക്കുന്ന ഡൈവേഴ്സ് ആയ ഫിസിക്കൽ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്തുകൊണ്ട്? വളരെ കുറഞ്ഞ കൺസെപ്റ്റുകൾ കൊണ്ടും ലോ കൊണ്ടും എന്ത് ചെയ്യുക? എല്ലാ നമ്മൾ ചുറ്റുപാടും നടക്കുന്ന വ്യത്യസ്തമായ ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിനെ വിശദീകരിക്കാനുള്ള ശ്രമമാണ്. അതിനെയാണ് യൂണിഫിക്കേഷൻ, ഒരുമിപ്പിക്കുക എന്ന് പറയുക. ചുറ്റുപാട് നമുക്ക് വ്യത്യസ്തമായ ഫിനോമിനസ് കാണാം. ആ ഫിനോമിനൊക്കെ എന്ത് ചെയ്യുക? ഫിസിക്സിലുള്ള വളരെ ഫ്യൂ കൺസെപ്റ്റിനെ കൊണ്ടും ലോസിനെ കൊണ്ടും വിശദീകരിക്കുക. അതാണ് യൂണിഫിക്കേഷൻ, ഒരുമിപ്പിക്കുക എന്നർത്ഥം. അതാണ് യൂണിഫിക്കേഷൻ. അടുത്ത റിഡക്ഷനിസം, an attempt to explain a macroscopic system in terms of its microscopic constituent is reductionism. അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വ്യത്യസ്തമായ സിസ്റ്റംസ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസിനെയൊക്കെ മാക്രോസ്കോപ്പിക് പറഞ്ഞാൽ വലിയ വസ്തുക്കളാണ് അല്ലെ? ടെറസ്ട്രിയലായ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ടെറസ്ട്രിയൽ, നമ്മുടെ ഭൂമിയിലെ പരിസരത്ത് കാണുന്ന സെലസ്റ്റിയൽ ബോഡീസ്, ശൂന്യാകാശങ്ങളിൽ കാണുന്ന ബോഡീസ്, അതാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. ആ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു ഇൻ ടേംസ് ഓഫ് മൈക്രോസ്കോപ്പിക് കോൺസ്റ്റിറ്റ്യൂവൻസ്. അതിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആറ്റം, അതുപോലെ തന്നെ മോളിക്യൂള്, ന്യൂക്ലിയസ് ലെവലിലൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന രീതിയാണ് റിഡക്ഷനിസം എന്ന് പറയുക. An attempt to explain a macroscopic system in terms of its microscopic constituents is reductionism. It is the method of deriving the properties of bigger or more complex system. മോർ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗർ ആയിട്ടുള്ള സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു രീതിയാണ്
ഫ്രം ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അതിന്റെ മൈന്യൂട്ടായ പാർട്ടിക്കിൾസുകളുടെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വലിയ ബോഡിയുടെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറയുന്ന രീതിയാണ് റിഡക്ഷനിസം എന്ന് കൂട്ടുകാര് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. യൂണിഫിക്കേഷന് എക്സാമ്പിൾ എന്താ നമുക്ക് ആദ്യം നോക്കാം. ഒരു ബോൾ എന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് ഫോളോ ചെയ്യുന്നത്, അതുപോലെ പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദി സൺ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് റിവോൾവ് അറൌണ്ട് ദിസ് എർത്ത് അല്ലെ. ഇതൊക്കെ എന്താണ്, ഇത് ഈ എല്ലാ കാര്യത്തെയും നമുക്കൊരു ലോയിൽ യൂണിഫൈ ചെയ്യാൻ കഴിയും. ബോൾ ഫാളിംഗ് ഓൺ ദി ഗ്രൗണ്ട്, ബോള് എന്ത് ചെയ്യുന്നു, ഭൂമിയിലേക്ക് വീഴുന്നതും, എർത്ത് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതും, അതുപോലെ സാറ്റലൈറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദി എർത്ത്, സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൌണ്ട് ദി എർത്തും, ഇതൊക്കെ ഏത് ഒരു ലോയിൽ നമുക്ക് ഒരുമിപ്പിക്കാം. അതാണ് യൂണിഫിക്കേഷൻ. അത് ഏത് ലോ ആണ്? യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതിന്റെയൊക്കെ കാരണം എന്താ? യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഭൂമിയിലോട്ട് പന്ത് വീഴാനുള്ള കാരണം യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഈ മൂന്ന് കാര്യങ്ങളുടെ ഒക്കെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, അതാണ് യൂണിഫിക്കേഷൻ. അടുത്ത റിഡക്ഷനിസം. റിഡക്ഷനിസം നമ്മൾ നേരത്തെ പറഞ്ഞു, മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ച് അതിന്റെ മൈന്യൂട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് അതിനെ നമ്മൾ ചെയ്യുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസുകളാക്കി അതിന്റെ ഡീറ്റെയിൽ ആയി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ പഠിക്കുകയും എന്നിട്ട് ആ ബിഗർ ആയിട്ടുള്ള ആ മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ത് ചെയ്യുന്നു, മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ പോയിക്കൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്ന രീതിയാണ് റിഡക്ഷനിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ബോൾ താഴോട്ട് വീഴുന്ന സിസ്റ്റം, ഇവിടെ എന്തുകൊണ്ടാണ് ബോള് ഭൂമിയിലോട്ട് വീണത് എന്ന് പഠിക്കാൻ അതൊരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചും അവിടെയുള്ള എയർ റെസിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് എന്താണ്, അവിടെ ബോൾ താഴോട്ട് വീഴാനുള്ള കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, എയർ റെസിസ്റ്റൻസ് അല്ല എന്നൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ബിഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവൽ, അതിലുള്ള ആറ്റംസ് ലെവലിലോ അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ കുറിച്ച് പഠിക്കുന്ന രീതിയാണ് റിഡക്ഷനിസം എന്ന് നാം മനസ്സിലാക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്സിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സബ് ഡിസിപ്ലിൻസ് ആണ് ഫിസിക്സിലുള്ളത്, അതായത് വ്യത്യസ്തമായ ബ്രാഞ്ചുകളുണ്ട് ഫിസിക്സിന്. ആ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, അതാണ് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൂട്ടുകാരെ. അപ്പൊ ഫിസിക്സിന് 2 ഡൊമൈൻസ് ഓഫ് ഫിസിക്സ് ഉണ്ട്. 2 ഡൊമൈനുകൾ, 2 പാർട്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 2 പാർട്ടുകളോ അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് എന്നൊക്കെ പറയാം. 2 പാർട്ടുകളുണ്ട് ഫിസിക്സിന് പ്രധാനമായിട്ട്. ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ് ഈസ് എക്സ്റ്റെൻഡഡ് ഓൺ 2 ബേസിക് ഡൊമൈൻസ്. ഫിസിക്സിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ 2 ഡൊമൈനുകളിലാണ് പ്രധാനമായും. ഒന്ന് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. മാക്രോസ്കോപ്പിക് ഡൊമൈൻ മുതൽ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ വരെയാണ് ഫിസിക്സിന്റെ സ്കോപ്പ് കിടക്കുന്നത്. അതെന്താ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. എന്താണ് മാക്രോസ്കോപ്പിക് പറഞ്ഞാൽ? ബിഗർ ആയിട്ടുള്ള വളരെ വലിയ ബോഡികൾ അല്ലെങ്കിൽ വലിയ സിസ്റ്റംസ്, അതിനെ കുറിച്ചുള്ള പഠനമാണ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വിളിക്കുക. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ആയിക്കൊണ്ട് ആറ്റം, മോളിക്യൂൾ, ന്യൂക്ലിയർ, ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കുലർ ലെവൽസിൽ പഠിക്കുന്നതാണ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡൊമൈനും ഫിസിക്സിലുണ്ട്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡൊമൈനും ഫിസിക്സിലുണ്ട്. ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റം. ഈ മാക്രോസ്കോപ്പിക്കിലും മൈക്രോസ്കോപ്പിൽ എന്തുണ്ടായിരിക്കും, സ്റ്റാറ്റിക് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടായിരിക്കാം, ഡൈനാമിക് ആയ സിസ്റ്റംസ് ഉണ്ട്. സ്റ്റാറ്റിക് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലുള്ള, അതാണ് സ്റ്റാറ്റിക് എന്ന് പറയാം, സന്തുലനാവസ്ഥയിലുള്ളത് അഥവാ സ്റ്റാറ്റിക് നിശ്ചലമായത്. ഡൈനാമിക് ആയിട്ടുള്ള മോഷനുള്ള സിസ്റ്റംസും ഉണ്ടായിരിക്കും. അതാണ് രണ്ടും ഇതിലുണ്ടായിരിക്കാം, മാക്രോസ്കോപ്പിക്കിലും ഉണ്ടായിരിക്കാം, മൈക്രോസ്കോപ്പിക്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് നോക്കാം. മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറഞ്ഞു. മാക്രോ എന്ന് പറഞ്ഞാൽ ബിഗർ ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ബിഗർ ആയിട്ടുള്ള സിസ്റ്റംസ്, വലിയ സിസ്റ്റംസ് ആണ്. അപ്പൊ അത് നോക്കാം. മാക്രോസ്കോപ്പിക് ഡൊമൈൻ. ദ മാക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ്സ്, മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫിനോമിന, ഏതൊക്കെ പ്രതിഭാസങ്ങളാണ്? അറ്റ് ദി ലബോറട്ടറി. ഇൻക്ലൂഡ്സ് ദ ഫിനോമിന അറ്റ് ദി ലബോറട്ടറി. നമ്മൾ ലബോറട്ടറി നടക്കുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടല്ലോ, ടെറസ്ട്രിയൽ, നമ്മുടെ ഭൂമിയുടെ പുറത്തൊക്കെ നടക്കുന്ന പ്രതിഭാസങ്ങൾ ടെറസ്ട്രിയൽ ആയിട്ട്, ആൻഡ് ആസ്ട്രോണമിക്കൽ സ്കെയിൽ, അതുപോലെ ഭൂമിയുടെ നമുക്ക് ശൂന്യാകാശങ്ങളിൽ നടക്കുന്ന ആസ്ട്രോണമിക്കൽ സ്കെയിലിൽ നടക്കുന്ന അത്രയും വലിയ ബിഗർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന ഡൊമൈനാണ് മാക്രോസ്കോപ്പിക് ഡൊമൈൻ. ഓക്കെ, മനസ്സിലായി എന്താണ്? ഒന്നെന്താണ്? ലബോറട്ടറി, ടെറസ്ട്രിയൽ, ആസ്ട്രോണമിക്കൽ സ്കെയിലിൽ അത്രയും വലിയ പാർട്ടികളെ കുറിച്ച്, വലിയ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറയുക. അതിൽ പ്രധാനപ്പെട്ടതാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ മാക്രോസ്കോപ്പിക് ഡൊമൈൻ വരുന്നതാണ് ക്ലാസിക്കൽ ഫിസിക്സ്.
ഫിസിക്സ് നമ്മൾ 2 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പഠിക്കാം, പഠിച്ചു ന്യൂട്ടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗലീലിയോയുടെ ഒക്കെ കാലം മുതലേ പഠിച്ചു വരുന്ന ന്യൂട്ടോണിയൻ ഫിസിക്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇത് ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സ് ഡീൽസ് മെയിൻലി വിത്ത് മാക്രോസ്കോപ്പിക് ഫിനോമിന. ക്ലാസിക്കൽ ഫിസിക്സിൽ എന്താണ് നമ്മളിപ്പോ പറഞ്ഞ മാക്രോസ്കോപ്പിക് ടെറസ്ട്രിയൽ ആയിട്ടുള്ള ലബോറട്ടറി നടക്കുന്ന ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ ഫിസിക്സ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? അതിൽ മെക്കാനിക്സ് ഉണ്ട്, ഇലക്ട്രോ ഡൈനാമിക്സ് ഉണ്ട്, ഒപ്റ്റിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിന്റെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ അതിലടങ്ങിയിരിക്കുന്ന സബ്ജക്റ്റുകളാണ് മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ഓപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. പ്ലസ് 1 നിങ്ങൾ മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിന്റെ ഭാഗങ്ങൾ പഠിക്കുന്നു, ഇലക്ട്രോ ഡൈനാമിക്സും ഒപ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പ്ലസ് 2 പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫിസിക്സിന്റെ വ്യത്യസ്തമായ ക്ലാസിക്കൽ ഫിസിക്സിന്റെ വ്യത്യസ്തമായ പാർട്ടുകളാണ് മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ഓപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്. അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ഈ മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, ചിലതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കേട്ടതായിരിക്കാം. ഓക്കെ, ഒന്നാമത്തത് മെക്കാനിക്സ് ആണ്. എന്താ മെക്കാനിക്സ്? മെക്കാനിക്സ് സ്റ്റഡി ഓഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആൻഡ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടന്റെ നിയമങ്ങൾ, ചലന നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ നിയമങ്ങൾ, ഭൂഗുരുത്വാകർഷണ നിയമങ്ങൾ, അതുപോലെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്, ഫിസിക്സിന്റെ ബ്രാഞ്ചാണ്. അവിടെ മെക്കാനിക്സ് സ്റ്റഡി ഓഫ് this is a branch of physics study about the Newton's law of motion and law of gravitation. Law of gravitation കുറിച്ചും ന്യൂട്ടൺ law of motion കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു പാർട്ടാണ്, ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഒരു ഭാഗമാണ് മെക്കാനിക്സ്. അതുപോലെ ഇലക്ട്രോ ഡൈനാമിക്സ് മറ്റൊരു ഭാഗമാണ്. This deals with electric and magnetic phenomena. ഇലക്ട്രിക്കുമായും മാഗ്നറ്റിക് ആയിട്ടും കാന്തികവും വൈദ്യുതപരമായിട്ടുള്ള പ്രതിഭാസങ്ങൾ അസോസിയേറ്റ് വിത്ത് ചാർജ് ആൻഡ് മാഗ്നറ്റിക് ബോഡി. ചാർജുള്ള പാർട്ടിക്കിളെ കുറിച്ചും മാഗ്നറ്റിക് ആയിട്ടുള്ള ബോഡികളെ കുറിച്ചും ഒക്കെ അതിന്റെ ഇലക്ട്രിക് ആയിട്ടും മാഗ്നറ്റിക് ആയിട്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് മനസ്സിലാക്കുക. അടുത്താണ് ഓപ്റ്റിക്സ്. ഓപ്റ്റിക്സ് ഡീൽ വിത്ത് ദ ഫിനോമിന ഇൻവോൾവിംഗ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ് ഓപ്റ്റിക്സ്. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡീൽ വിത്ത് എ സിസ്റ്റം ഇൻ മാക്രോസ്കോപ്പിക് ഇക്വിലിബ്രിയം. മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തെ കുറിച്ച്, അതായത് ടെമ്പറേച്ചർ, ഹീറ്റ്, ഇത്തരം കാര്യങ്ങൾ, ഹീറ്റ് എഞ്ചിൻ ഒക്കെ വരുന്നില്ലേ, അങ്ങനെയുള്ള വസ്തുതകൾ, ഹീറ്റ് എഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് മാക്രോസ്കോപ്പിക് ഇക്വിലിബ്രിയം ആൻഡ് ഈസ് കൺസേൺ വിത്ത് ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി. അപ്പൊ സിസ്റ്റങ്ങളിലുള്ള ഉള്ളിൽ നടക്കുന്ന ഇന്റർണൽ എനർജിയിലെ മാറ്റങ്ങളെ കുറിച്ച്, ടെമ്പറേച്ചറിനെ കുറിച്ച്, താപനിലയെ കുറിച്ച്, അതിലെ എൻട്രോപ്പിയെ കുറിച്ച് ഒക്കെ പഠിക്കുന്ന ഭാഗമാണ് തെർമോഡൈനാമിക്സ് ഓഫ് ദ സിസ്റ്റം ത്രൂ എക്സ്റ്റേണൽ വർക്ക് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ട്രാൻസ്ഫർ മൂലവും അതുപോലെ പുറത്തു നടക്കുന്ന എക്സ്റ്റേണൽ വർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ് എന്ന് നാം മനസ്സിലാക്കാം. ഇതാണ് മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരുന്ന വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഡൊമൈൻ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആണ്. രണ്ടാമത്തത് ഏതാണ്? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആണ്. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്താണ്? മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞല്ലോ. ദ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ആറ്റോമിക്, മോളിക്കുലാർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന. ആറ്റോമിക് ആയിക്കൊണ്ടും മോളിക്കുലാർ ലെവലിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ലെവലിൽ നടക്കുന്ന ഫിനോമിനയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അതിൽ വരുന്ന ഭാഗമാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്വാണ്ടം തിയറി. അതാണ്. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സും ഉണ്ട്, ക്വാണ്ടം ഫിസിക്സും ഉണ്ട്. അതിൽ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ വരുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് വിളിക്കുന്നു. ക്വാണ്ടം തിയറി ഈസ് കറന്റ്ലി അക്സെപ്റ്റഡ് ആസ് ദ പ്രോപ്പർ ഫ്രെയിംവർക്ക് ഫോർ എക്സ്പ്ലെയിനിങ് മൈക്രോസ്കോപ്പിക് ഫിനോമിന. മൈക്രോസ്കോപ്പിക് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു നല്ല ഒരു തിയറിയാണ്, ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ് ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറിയിൽ പഠിക്കുന്നത് എന്താണ്? ആറ്റോമിക് ലെവലിൽ, മോളിക്കുലാർ ലെവലിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ലെവലിൽ കാര്യങ്ങൾ നമ്മൾ അപഗ്രഥിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അത് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഡൊമൈൻ അടിസ്ഥാനത്തിൽ ഫിസിക്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിക്കൽ ഫിസിക്സ് എന്നും ക്വാണ്ടം ഫിസിക്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ പെടുന്നു, ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ പെടുന്നു എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയുന്നത് ഫിസിക്സ് കവേഴ്സ് എ ട്രമൻഡസ് റേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്സിൽ പഠിക്കുന്ന വ്യത്യസ്തമായ അളവുകളുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എന്താണ്? അളവുകളെയാണ്
ഫിസിക്കൽ ക്വാണ്ടിറ്റി, നമ്മുടെ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ക്വാണ്ടിറ്റീസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച, എയ്ത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലെങ്ത്, മാസ്, ടൈം, എനർജി ഒക്കെ ഉണ്ട് അല്ലെ. ഇങ്ങനെ ഇത് ഫിസിക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? ഇതിനെ കുറിച്ച് പഠിക്കുന്ന റേഞ്ച് ഏത് മുതൽ ഏത് വരെ, ഏത് റേഞ്ച് വരെ നമ്മൾ ഫിസിക്സിൽ ഇത് പഠിക്കുന്നറിയോ? അതാണ് ഫിസിക്സിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഫിസിക്സ് കവേഴ്സ് എ ട്രമൻഡസ് റേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് ലെങ്ത്, മാസ്, ടൈം. ഈ ലെങ്ത്, മാസ്, ടൈമിലൊക്കെ ഏത് റേഞ്ച് വരെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നു? ലെങ്ത്തിന്റെ കേസ് നമുക്ക് ചിന്തിച്ചു നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ആറ്റം, സ്ട്രക്ചർ ഓഫ് ആറ്റം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. അതിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ ആ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസുകൾ ഉണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. എന്താണ്? 10⁻⁻15 മീറ്റർ. അത് എത്രയാണെന്ന് കൂട്ടുകാർക്ക് അറിയോ? 10⁻⁻15 എന്ന് പറയുന്ന മീനിങ് എന്താ അറിയോ? അതായത് പോയിന്റ് ഇട്ട് ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഓക്കെ 0.000000 അങ്ങനെ 14 പൂജ്യവും 1 ഇട്ടാൽ അതാണ് 10⁻⁻1 മീറ്റർ എന്ന് പറഞ്ഞു. ഇത്രയും ചെറിയ അളവാണ് എന്ത്? സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്, ആറ്റത്തിനുള്ളിലെ സെന്റർ ഭാഗമായ ന്യൂക്ലിയസിന്റെ സൈസ്. അത് മുതൽ ഏതുവരെ പഠിക്കുന്നു? ടു ദി 10⁻26 മീറ്റർ, സൈസ് ഓഫ് ദി വിസിബിൾ യൂണിവേഴ്സ്. നമ്മൾ കാണുന്ന വിസിബിൾ യൂണിവേഴ്സിന്റെ സൈസ് വരെയുള്ള കാര്യങ്ങൾ, അത്രയും റേഞ്ചിലാണ് നമ്മൾ ഫിസിക്സുകളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ട്രമൻഡസ് റേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലെങ്ത് എന്ന് പറയുക. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത്തിന്റെ റേഞ്ച് അത് ഫിസിക്സ് നമ്മൾ പഠിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിന്റെ സൈസിൽ നിന്നും യൂണിവേഴ്സിന്റെ സൈസ് വരേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന 10⁻26 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 10 1 എന്ത് ചെയ്യണം? 26 പൂജ്യം വലതു ഭാഗത്തേക്ക് കിട്ടണം. അത്രയും മീറ്റർ ആണ് നമ്മളെ വിസിബിൾ യൂണിവേഴ്സിന്റെ സൈസ് എന്ന് വിളിക്കുക. ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലേ. ടൈമിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കിയാൽ 10⁻22 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പോയിട്ട് ഡെസിമൽ ഇട്ടതിന് ശേഷം 21 പൂജ്യം ഇട്ട് 1 ഇട്ടാൽ അതാണ് അത്രയും മൈന്യൂട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയസിലൂടെ പ്രകാശം, ലൈറ്റ് കടന്നു പോകുന്ന സമയം എന്ന് വിചാരിക്കാം. ന്യൂക്ലിയസിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്തു? ലൈറ്റ് കടന്നു പോകുന്ന സമയം 10⁻22 സെക്കൻഡ് ടു യൂണിവേഴ്സിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന 10⁻18 സെക്കൻഡ്. അത്രയും വലിയ സെക്കൻഡ്, അത്രയും സമയം വരെ, അത്രയും ടൈമിനെ കുറിച്ച് നമ്മൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10⁻30 കിലോഗ്രാം, അതായത് ഇലക്ട്രോണിന്റെ മാസ് ഓഫ് അൻ ഇലക്ട്രോൺ. അത് മുതൽ 10⁻55 കിലോഗ്രാം മാസ് ഓഫ് ദി വിസിബിൾ യൂണിവേഴ്സ്. വിസിബിൾ യൂണിവേഴ്സിന്റെ മാസ് 10⁻55 കിലോഗ്രാം. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ, അതാണ് ഫിസിക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പഠിക്കുന്ന ആ റേഞ്ച് എന്ന് വിളിക്കുന്നത് ഇതാണ് കൂട്ടുകാരെ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം വാസ്റ്റ് ആണ് ഫിസിക്സിലെ കാര്യങ്ങൾ പഠിക്കാനുള്ളതെന്ന് മനസ്സിലായല്ലോ. അതാണ് ഫിസിക്സിന്റെ റേഞ്ച് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഫിസിക്സിൽ വ്യത്യസ്തമായ സയന്റിഫിക് പ്രിൻസിപ്പിൾസുകൾ ഉണ്ട്. ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ഉത്ഭവിച്ചത് നമുക്കറിയാം. സയൻസിന്റെ പുരോഗമനം കാരണത്താൽ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ഉണ്ടായി. വ്യത്യസ്തമായ ടെക്നോളജികൾ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനുള്ള വ്യത്യസ്തമായ ടെക്നോളജികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിങ്ക് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് ഫിസിക്സ്. ഫിസിക്സും ടെക്നോളജി തമ്മിലുള്ള ലിങ്ക് എന്താണ്, അവിടെ ഏതൊക്കെ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന് സ്റ്റീം എഞ്ചിൻ, ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ന്യൂക്ലിയർ റിയാക്ടർ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലെ. റേഡിയോ ആൻഡ് ടെലിവിഷൻ, ജനറേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, കമ്പ്യൂട്ടർ ഡിജിറ്റൽ ലോജിക് ആണ്. ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, പ്രൊഡക്ഷൻ ഓഫ് അൾട്രാ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇങ്ങനെ വ്യത്യസ്തമായ ലോസുകളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം വായിക്കുന്നില്ല, സമയം ഇരിക്കൊണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകിൽ പൗസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നോക്കിക്കൊണ്ട് വായിക്കാം. അപ്പൊ ഇതിലൊക്കെ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതിലുള്ള വ്യത്യസ്തമായ സയന്റിസ്റ്റിന്റെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അതൊന്ന് കൂട്ടുകാരൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കുറച്ചുകൂടി നമ്മുടെ നോളജ് വർദ്ധിക്കാനൊക്കെ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആദ്യ ഭാഗത്ത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.